ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിനെതിരെ തടസ്സ ഹർജി. അഡ്വക്കേറ്റ് നാഗരാജാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിജിലൻസ് റിപ്പോർട്ട് തള്ളി കേസെടുക്കണമെന്നാണ് ആവശ്യം. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. 18-ന് കേസ് പരിഗണിക്കും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ ഈ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് ഒരു അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് നാഗരാജ്. എന്താണ് ഈ തടസ്സ ഹർജിയിൽ പറയുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ MR അജിത് കുമാറിന് എതിരെ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകാനുള്ള ഒരു തീരുമാനമെടുക്കുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. അത് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതിയിൽ ഇന്നെത്തിയ സമയത്താണ് അഭിഭാഷകനായ നെയ്യാറ്റിങ്കര P. നാഗരാജ് ഇതിനെതിരെ തടസ്സ ഹർജി നൽകിയത്. തടസ്സ ഹർജി നൽകിയ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കി കോടതി നേരിട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകണമെന്നതാണ് ആവശ്യം. അതിന് കാരണമായി പറയുന്നത് നിരവധി തട്ടിപ്പുകൾ നടത്തിയ ആളാണ് MR അജിത് കുമാർ. അതിന് ഒരു തെളിവായി പറയുന്നത് ഈ മലപ്പുറത്തെ വിജിലൻസ് ഓഫീസ്, മലപ്പുറത്തെ SP ഓഫീസ് പരിസരത്ത് നിന്ന് കാണാതായ തേക്കൻതടി ഈ MR അജിത് കുമാറിൻ്റെ വീട്ടിൽ ഫർണിച്ചറായി എത്തിയ കാര്യങ്ങളും മറ്റുമുണ്ട്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല. ഒപ്പം ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തിയത് DYSP റാങ്കിലുള്ള തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റ് 1-ലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിന് മേൽനോട്ടം വഹിച്ചതാകട്ടെ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമാണ്. അതുകൊണ്ട് ഈ അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടന്നത്. വീണ്ടും ഒരു അന്വേഷണം നടത്തണം. അതിൽ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ഇത് അന്വേഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഒപ്പം കവടിയാറിൽ MR അജിത് കുമാർ വെച്ച വീടിൻ്റെ വാല്യൂ കൂടി കോടതി ഇന്ന് പരിഗണിച്ചു. SBI ബ്രാഞ്ച് മാനേജർ കോടതിയിൽ ഹാജരായി പറഞ്ഞത് 3,58,00,000 രൂപയാണ് ഈ MR അജിത് കുമാർ കവടിയാറിൽ വെക്കുന്ന വീടിൻ്റെ വാല്യൂ എന്നാണ് പറഞ്ഞത്. 35-ാമത്തെ സാക്ഷിയായിട്ടാണ് വഞ്ചൂർ SBI മാനേജർ പ്രശാന്ത് കുമാർ കോടതിയിൽ വാല്യൂ വിവരങ്ങൾ നൽകിയതും. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.